ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു സ്വിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മൈക്രോ സ്വിച്ച്. അതാണ് ഇത്. ലിവർ ടൈപ്പ് മൈക്രോ സ്വിച്ചാണ്. ഇതിൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ ഉൾഭാഗം, ഇതെങ്ങനെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത്. മൈക്രോ സ്വിച്ചിന് 3 ടെർമിനലുകളാണുള്ളത്. ഒരെണ്ണം അതിൻ്റെ താഴെ ഭാഗത്തുള്ളത് അത് കോമൺ. അതിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ളത് NO-യാണ്. നോർമലി ഓപ്പണാണ്. അതിൻ്റെ മുകളിലുള്ള ടെർമിനൽ NC-ആണ്. നോർമലി ക്ലോസ്ഡാണ്. അതിൻ്റെ അർത്ഥം അതായത് ഈ കോമൺ ആയിട്ടുള്ള ടെർമിനലും NC ആയിട്ടുള്ള ടെർമിനലും എപ്പോഴും കണക്ടിവിറ്റി കാണിക്കും. അതിൻ്റെ ലിവറുണ്ട്. ആ ലിവർ താഴത്തേക്ക് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വെയിറ്റ് കൊടുത്ത് അതിനെ താഴത്തേക്ക് വലിക്കുമ്പോഴോ ആണ് NO-യിലേക്ക് അത് മാറുന്നത്. അപ്പോഴാണ് അത് ഓണാവും. വീണ്ടും ആ ലിവറിൽ നിന്നുള്ള ഫോഴ്സ് വിട്ട് കളയുമ്പോൾ NC വർക്ക് ചെയ്യും. അങ്ങനെയാണ് NO-യും NC-യും മാറി മാറി വർക്ക് ചെയ്യും. സാധാരണ സ്വിച്ചുകൾ പോലെയല്ല. സാധാരണ സ്വിച്ച് എന്ന് പറയുമ്പോൾ 2 വേ ആണെങ്കിലും ഒരു വശത്തേക്ക് അമർത്തിയാൽ അങ്ങനെ തന്നെ ഇരിക്കും, അടുത്ത വശത്തേക്ക് അമർത്തിയാൽ അങ്ങനെ തന്നെ ഇരിക്കും. അതല്ല, ഇത് ആ ലിവറിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് വർക്ക് ചെയ്യും. ആ ലിവർ റിലീസാകുമ്പോൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് വർക്ക് ചെയ്യും. NC വർക്ക് ചെയ്യും. ലിവറിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ NO വർക്ക് ചെയ്യും. ലിവറിൽ നിന്നുള്ള ഫോഴ്സ് മാറ്റുമ്പോൾ NC വർക്ക് ചെയ്യും. അങ്ങനെയാണ് മൈക്രോ സ്വിച്ച് മോഡൽ ചെയ്തിരിക്കുന്നത്. ഈ മൈക്രോ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൈക്രോ സ്വിച്ച് നമുക്ക് ഏത് ഭാഗത്തും നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ആ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഭാഗത്തായിരിക്കും നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം അനുസരിച്ച് നമുക്കത് മാറ്റിയെടുക്കാനും പറ്റും. ലിവറിൻ്റെ പ്രവർത്തനം അനുസരിച്ച് നമുക്കത് മാറ്റിയെടുക്കാനും പറ്റും. ഞാനതിൻ്റെ വിശദമായ വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് NO NC വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് ഈ മൈക്രോ സ്വിച്ചിൻ്റെ ഉൾഭാഗം, അതും അതിൻ്റെ NO NC-ൻ്റെ വർക്കിങ്ങുമാണ് കാണുന്നത്. നമ്മൾ അമർത്തുമ്പോൾ അത് റെഡിലേക്ക് മാറും. അത് NO-യാണ്. വിട്ട് കഴിയുമ്പോൾ NC-യിലേക്ക് മാറും. ഇതാണ് മൈക്രോ സ്വിച്ചിൻ്റെ പ്രത്യേകത. ഇതാണ് അതിൻ്റെ വർക്കിങ്. നമ്മൾ ബലം കൊടുക്കുമ്പോൾ അത് NO-യിലേക്ക് മാറും. അത് റിലീസാകുമ്പോൾ NC-യിലേക്ക് മാറും. ഇതിൽ കാണുന്ന നീല വയറാണ് കോമൺ. അതിലേക്കാണ് അത് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ റെഡിലും ഗ്രീനിലും കൂടി നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയും NO NC കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ NO NC എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അത് വീഡിയോ വഴി നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ലിവറിൽ ഉള്ള ഫോഴ്സാണ് അതിനെ NO-യിലേക്ക് മാറ്റുന്നത്. ലിവറിലെ ഫോഴ്സ് വിട്ട് കഴിയുമ്പോൾ അത് NC-യിലും വർക്ക് ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ വഴി നമ്മളത് കണ്ടത്. അപ്പോൾ ഈ പ്രവർത്തനം തന്നെയാണ് നമ്മൾ എടുത്തിട്ട് നമ്മളുടേതായിട്ടുള്ള മെഷീനറി അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റ് ഓട്ടോമാറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ മൈക്രോ സ്വിച്ച് ഉപയോഗിക്കുന്നത്. എനിക്ക് പേറ്റന്റ് കിട്ടിയ വാട്ടർ ലെവൽ കൺട്രോളറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ മൈക്രോ സ്വിച്ചുകളാണ്. ഇത് എൽകോം ഇൻ്റർനാഷണൽ എന്നുള്ള കമ്പനിയുടെ മാനുഫാക്ചർ ചെയ്യുന്ന സ്വിച്ചാണ്. ഇത് 16 ആംപിയറാണ് ഞാൻ എൻ്റെ വാട്ടർ ലെവലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഈ ലിവറിൽ ഉപയോഗിക്കുന്ന ഫോഴ്സ് ഞാൻ ചെയ്തിരിക്കുന്നത് വെയിറ്റ് വെച്ചിട്ട് അതിനെ അടിയിലേക്ക് താഴ്ത്തുകയും ബോൾ വെച്ചിട്ട് അതിനെ മുകളിലേക്ക് ഉയർത്തി വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ആ മൈക്രോ സ്വിച്ചിൻ്റെ ഞാൻ വർക്കാക്കിയെടുത്തത്. ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളറാക്കിയിട്ട് അതിനെ മാറ്റിയത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഞാൻ വിശദീകരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതിൽ നിന്ന് വേറെ പല കാര്യങ്ങളിലേക്കും ചിന്തിക്കാനും ഈ സ്വിച്ച് വെച്ചിട്ട് ഒരു ഗേറ്റ് ഓപ്പണർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു മൈക്രോ സ്വിച്ച് തന്നെ ഉപയോഗിച്ച് വന്ന ഒരു സേഫ്റ്റി ഫെൻസിങ് ഉണ്ടാക്കാനോ ഒക്കെ പറ്റും. അപ്പോൾ അവർക്ക് കൂടി ഇത് ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഇത് വിശദമായിട്ട് ഞാൻ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിക്കുകയും അത് വിശദമായി അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളോട് ഇവിടെ പറയുന്നത് സതീശൻ സുകുമാരൻ. ബൈ.